കേരളത്തിലെ സർക്കാർ നടത്തുന്നത് പണം മാറ്റിവെക്കൽ വികസനം മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തിന് നൽകുന്നുണ്ട്. എന്നാൽ തങ്ങളാണ് ഈ വികസനം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേന്ദ്ര പദ്ധതിയുടെ പേര് മാറ്റി മുഖ്യമന്ത്രിയുടെ ചിത്രം വച്ച് അച്ചടിച്ച് പദ്ധതികൾ നടപ്പിലാക്കുകയാണ് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്ത് യാതൊരു വികസനവും നടന്നിട്ടില്ല. വികസനം മുരടിപ്പിച്ച് തലസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഇപ്പോൾ എന്നതാണ് വാസ്തവം. അതേസമയം രാജ്യത്ത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തികമായി വളരെയധികം മുന്നേറിയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് അതിനൊരു സ്തംഭനാവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം വന്ന UPA സർക്കാരാണ് രാജ്യത്തെ വീണ്ടും പഴയ ഗതിയിലേക്ക് കൊണ്ടുവന്നത്. നിലവിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞു. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് യുദ്ധം നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തുള്ള നിരവധി ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ സാധിച്ചത്. പ്രധാനമന്ത്രിയുടെ വിഷനിലൂടെ അടുത്ത 2 വർഷത്തിനകം ലോക സമ്പദ് വ്യവസ്ഥയിൽ 3-ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവരുന്ന പദ്ധതികളെയെല്ലാം മാറ്റിമറിച്ച് അത് സ്വന്തം പദ്ധതികൾ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തുന്നത്. റേഷൻ കടകൾക്ക് മുൻവശത്ത് പിണറായി മുഖം വരുന്ന പോസ്റ്ററുകൾ വേണമെന്ന കർശന നിർദ്ദേശം വന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്. ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ വക സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി പ്രകാരം കോഴിക്കോട് നഗരത്തിലെ 12 റോഡുകളുടെ വികസനത്തിന് സർക്കാർ 1312.67 കോടി രൂപ അനുമതി നൽകിയതായി പൊതുമരാമത്ത് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മന്ത്രി PM മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ട് ഇന്ന് രംഗത്തെത്തിയിരുന്നു. റോഡുകളുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് 720.39 കോടി രൂപയും റോഡുകളുടെ വികസനത്തിന് 592.28 കോടി രൂപയുമാണ് അനുവദിച്ചതെന്നാണ് മുഹമ്മദ് റിയാസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പറഞ്ഞ പദ്ധതിയും ഈ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലുള്ള രീതിയിൽ കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലാക്കി മാറ്റുന്ന ആ ഒരു രീതിയാണ് കൊണ്ടുവന്നതെന്ന സംശയം ഇല്ലാതില്ല. എന്തായാലും 10 വർഷത്തെ പിണറായി ഭരണം കൊണ്ട് നേട്ടം പിണറായി കുടുംബത്തിനും അവരുടെ ഇഷ്ടക്കാർക്കും മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. മോദി വിരോധം ഉച്ചസ്ഥായിയിൽ എത്തിച്ച ടീമാണ് ഇടത് ഭരണമെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുമെല്ലാം കേന്ദ്ര പദ്ധതികൾ സ്വന്തം പദ്ധതി എന്ന് പറഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത.